വിനായകരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഒരു കാലമായും അനുഗ്രഹിക്കട്ടെ. അവർക്ക് കൊടുത്തിരിക്കുന്ന കഴിവുകൾ അവർ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി ആശീർവദിക്കട്ടെ. തുടർന്ന് ദൈവവചന ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അനുഗ്രഹീതനായ ഒരു ദൈവഭക്തനാണ് ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പാസ്റ്റർ PJ ജെയിംസ് ചത്തപ്പൂടി മീഡിയ കേരള സ്റ്റേറ്റിന്റെ ഓഫീസറായി ദീർഘവർഷങ്ങളായി സേവനമനുഷ്ഠിക്കുകയും ദൈവം അയക്കുന്ന എല്ലാ ഇടങ്ങളിലും കടന്നുപോയി ശക്തമായി ദൈവവചനം ശുശ്രൂഷിക്കുന്ന, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ കടന്നുപോയി ദൈവവചനം ശുശ്രൂഷിക്കുന്ന അനുഗ്രഹീതനായ ദൈവത്തിന്റെ ദാസനാണ് പാസ്റ്റർ PJ ജെയിംസ്. തന്റെ സാന്നിധ്യം ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ പ്രധാന വ്യക്തികളായിട്ട് മുഖ്യസ്ഥാനം അലങ്കരിക്കുന്നതായ ജസ്വിനും ഫിബിക്ക്, അവരുടെ വാത്സല്യ മാതാപിതാക്കള്, ഭവനത്തിൽപ്പെട്ട പ്രിയപ്പെട്ടവർ, ക്ഷണിച്ചു വരുത്തിയിരിക്കുന്ന ഈ സദസ്സിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും, അതുപോലെ ഇന്നത്തെ ഈ സമ്മേളനത്തിൽ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ രാജ് അവറുകൾ, ഈ വിവാഹ ശുശ്രൂഷ ആശീർവദിക്കുവാനായി കടന്നു വന്നിരിക്കും കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ KJ മാത്യു അവറുകൾ, പ്രസ്ബിറ്ററൈസ്മായ സേവനം രക്ഷിക്കുന്ന പാസ്റ്റർ പ്രസാദ് കോശി അവറുകൾ, വധുവിന്റെ ലോക്കൽ സഭയിലെ ശുശ്രൂഷകനായിരിക്കുന്ന ജോൺസൺ ജോർജ് അവറുകൾ, പാസ്റ്റർ KV ജോസഫ്, സദസ്സിൽ വീട്ടിലായിരിക്കുന്ന അനുഗ്രഹീതന്മാരായ കർത്താവിന്റെ വലിയ ദാസന്മാരുള്ളവർ, നമുക്ക് ഇന്ന് വളരെ ശ്രുതിമധുരമായ ഗാനങ്ങൾ നൽകിത്തരുന്നതായ പ്രിയങ്കരായിരിക്കുന്ന സുഹൃത്തുക്കൾ, അവരെ ഓരോരുത്തരെയും പ്രതി അഭിനന്ദിക്കുന്നു. നിങ്ങൾ പലരും അവർ പാടിയപ്പോൾ താളം പിടിക്കുന്നത് കണ്ടു. KJ മാത്യു സാർ പരിസരമൊക്കെ മറന്ന് താളം പിടിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കർത്താവ് ഈ സമ്മേളനത്തിന്റെ എല്ലാവിധമായ അനുഗ്രഹത്തിനും ആശീർവാദത്തിനുമായി കൂടെ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും വലിയ ആനന്ദവും സന്തോഷവും. ഇത് രണ്ട് കർത്തൃദാസന്മാരുടെ ദൈവത്തെ തങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാമായി കണ്ടിരിക്കുന്ന രണ്ട് കുടുംബങ്ങളിലെ അനുഗ്രഹിക്കപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങൾ തമ്മിൽ നടക്കുന്ന വിവാഹമായതുകൊണ്ട് ഇത്ര വലിയ തിരക്കുണ്ടായിട്ടും സർവശക്തനായ ദൈവം കടന്നു വന്നിട്ടുണ്ടെന്നുള്ളത് ഈ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ ആവേശം. കർത്താവിന്റെ സ്തോത്രം. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 18, 19, 20 വാക്യങ്ങള് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥവാക്യമാണ്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. 2 പേർ ഭൂമിയിൽ ഐക്യപ്പെട്ട് ചോദിച്ചാൽ നൽകി തരാമെന്ന്, 2 3 പേർ എന്റെ നാമത്തിൽ കൂടി തരുന്നത് ഞാൻ അവരുടെ നടുവിലുള്ള നൽകി ചെയ്ത വലിയവനായ ദൈവം ഇന്നിവിടെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ആവേശം. ജ്ഞാനിയായ ശലോമോൻ സാക്ഷ്യവാക്യം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പറഞ്ഞത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ക്രൈസ്തലോ, അങ്ങനെയുള്ളൊരു ദൈവം നമ്മുടെ മധ്യത്തിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അതാണ് ഈ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ ആവേശം എന്ന് പറയുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മീയ നിലവാരത്തിന്റെ ബാരോമീറ്ററൊക്കെ വളരെ വ്യത്യസ്തമാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ എല്ലാവർക്കും ദൈവത്തെ ഒഴിവാക്കുവാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ആ ദൈവത്തിന്റെ സാന്നിധ്യം വളരെ വലുതാണ്. ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തില് നമ്മെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രയോഗം അവിടെ ഉണ്ട്. നീ ജീവനോടെ ഇരിക്കേണ്ടതിന്, നീ ആത്മഹത്യയായിരിക്കേണ്ടതിനും, വലിയവർ നിന്ന് തല്ലി കൊല്ലാതിരിക്കേണ്ടതിനും, നീ ജീവനോടെ ഇരിക്കേണ്ടതിനും, നീ നന്നായിരിക്കേണ്ടതിനും, നീ ദീർഘായുസോടെ ഇരിക്കേണ്ടതിനും, നീ വർദ്ധിച്ചു വരികേണ്ടതിനും, ചതുർവിധ വളർച്ചകൾ പ്രതീക്ഷിക്കാത്ത ആരും ഭൂമിയിലില്ല. എന്ത് ചെയ്യണം? നിന്റെ ദൈവമായ യഹോവയായി ഞാൻ നിനക്ക് കൽപ്പിച്ചു തന്നിട്ടുള്ള ഈ വചനങ്ങൾ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അതാണ് ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ സ്ഥാനത്തിരുത്തുവാൻ സർവശക്തിയുടെ പ്രീതി തോന്നി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം.
സ്തോത്രം. മോശ പറഞ്ഞ മറ്റൊരു പ്രഖ്യാപനം ലേവ്യ പുസ്തകം അതിന്റെ 26-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ നിവാസം അവരുടെ ഇടയിൽ വയ്ക്കും, എൻ്റെ ഉള്ളം അവരെ നിരസിക്കത്തില്ല. ഞാൻ അവരുടെ ഇടയിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഞാൻ അവരുടെ മുഖത്തിന്റെ അമിക്കയറുകളെ പൊട്ടിച്ച് അവരെ നിവർന്നു നിൽക്കുമാറാക്കും. ദൈവം കടന്നു വരുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ വരുന്നതല്ല. നിന്റെ കരച്ചിലിന്റെ, നിന്റെ ഗദ്ഗതത്തിന്റെ വേദന അകറ്റി നിന്നെ ബലപ്പെടുത്തുവാൻ കടന്നു വന്നിരിക്കുന്നവനാണ് വലിയവനായ ദൈവം. ആ ദൈവത്തിന്റെ സാന്നിധ്യം എത്രയോ വലുതാണ്. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിക്ക് പ്രധാനമായി 3 ആവശ്യമുള്ളത്. 1 ഭൗതിക ആവശ്യം, 2 ഭവനത്തിന്റെ ആവശ്യം, പിന്നീട് പ്രതികൂലം വരുമ്പോൾ ദൈവത്തിന്റെ ആവശ്യം. ഈ 3 ആവശ്യങ്ങളെ മനുഷ്യന് അടിയന്തര പ്രാധാന്യമായിട്ടുള്ളൂ. ഈ 3 കാര്യങ്ങളും പരിഹരിക്കാമെന്ന് പറഞ്ഞവൻ നമ്മുടെ ദൈവം ഒരുവനാണ്. സ്തോത്രം. 5-ാം ദിവസം നടത്തിയ സെറ്റിപ്പ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവം 5-ാം ദിവസത്തെ അനുഗ്രഹിച്ചു. നമ്മുടെ ഭൗതിക നന്മകളെ അനുഗ്രഹിക്കുന്ന ഒരു വലിയവനായ ദൈവം നമുക്കുണ്ട്. 2, 6-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു, അവരെ ഭവനമാക്കി തീർത്തു. ദൈവത്തിന്റെ അനുഗ്രഹം ഭവനത്തിന് അനുഭവിക്കുവാൻ ദൈവം അനുവാദം തന്നിരിക്കുകയാണ്. 3, 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു, ദൈവത്തെ ആരാധിക്കുവാൻ കൊണ്ട് ദൈവം അവരെ വേർതിരിച്ചു. ഈ ദൈവത്തിന്റെ അനുഗ്രഹം ഇന്ന് പകലിൽ കൊതിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? നിങ്ങൾക്ക് നൽകി നിങ്ങളെ ബലപ്പെടുത്തുവാൻ ആ ദൈവത്തിന്റെ വലിയ വലിയ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് ഓർത്ത് ഞാൻ ആ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ പ്രത്യേക സമ്മേളനത്തിന് ഞാനിവിടെ കടന്നുകൊണ്ടിടയായി തീർന്നത് ഒരാവേശം കൊണ്ട് വന്നതല്ല, പ്രത്യേകം ക്ഷണിച്ചതുകൊണ്ട് വന്നതല്ല. എനിക്ക് ഏറ്റവും കടപ്പെട്ട ഭവനമാണ് പാസ്റ്റർ തോമസ് എബ്രഹാം അവരുടെ IPC എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിൽ വളരെ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ടവനായ കർത്താവിന്റെ വിലയേറിയ ദാസനാണ് പാസ്റ്റർ തോമസ് എബ്രഹാം. തന്റെ പ്രിയപത്നി സഹോദരി സൂസൻ, അവരെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. കർത്താവിന് സ്തോത്രം. 45-ാം സങ്കീർത്തനത്തില് അവസാനിക്കുന്ന എങ്ങനെയാണ്: നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും, സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യും. അത് വാസ്തവത്തിൽ പാസ്റ്റർ തോമസ് എബ്രഹാമിന്റെ ജീവിതത്തിന്റെ ഒരാപ്തവാക്യമാണ്. തന്റെ മൂത്ത മകളാണ് ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട മോള് ലിബി. എന്റെ മൂത്ത മോളെ അനുഗ്രഹിക്കവള്. എനിക്കത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് ലിബി ജോബി. അവരുടെ മോളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അവരിന്ന് അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ്. അനുവദിച്ചാല് തൻ്റെ മകള് ഫിബി ഏറെ കഴിയും മുമ്പ് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലേക്ക് പോവുക. പിന്നെ പാസ്റ്റർ ഭാര്യ ഏഷ്യ ഭൂഖണ്ഡത്തിൽ. ദൈവത്തിന് സ്തോത്രം. തമ്പുരാൻ ചെയ്യുന്ന ഉപകാരം എത്ര വലുതാണ്. ദൈവത്തിന് മഹത്വം. ഇവിടുന്ന് പലരും മതം മാറി തീവ്രവാദികളായിട്ട് പലയിടത്തും ചെന്ന് പോലീസ് തപ്പി നടക്കുക. പക്ഷെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെയോ ദൈവം തേടി നടന്ന് അനുഗ്രഹിക്കുക. കർത്താവിന് സ്തോത്രം. ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എൻ്റെയും എൻ്റെ ഭവനത്തിൻ്റെയും എൻ്റെ ബന്ധുക്കളായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ ജോബി മോൻ്റെ മാതാപിതാക്കൾ അവരെല്ലാവരും പറഞ്ഞു, പാസ്റ്റർ പോയേ മതിയാവും, ഞങ്ങൾക്ക് ആർക്കും ഞങ്ങളുടെ ബൃഹത്തായ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾക്ക് ആർക്കും വരാൻ തക്കോണം കഴിയത്തില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് സമ്മേളനത്തിൽ സമയമെടുത്ത് ഞങ്ങളുടെ അനുഗ്രഹ ആശീർവാദങ്ങൾ ഫിബിക്കും അതുപോലെ തന്നെ ജെസ്വിനും അറിയിക്കണമെന്ന് അറിയിച്ചത് ഞാൻ മറന്നു പോകാതെ നേരത്തെ ഞാൻ അറിയിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. എല്ലാ ദൈവാനുഗ്രഹത്താലും കർത്താവ് നിറയ്ക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ സമൂഹത്തെ നോക്കിയാൽ ഏറ്റവും പ്രതികൂലമായി, ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ, ഏറ്റവും ഭാരം ഉളവാക്കുന്ന, സമൂഹത്തെ ആകമാനം ആട്ടി ഉരച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് വിവാഹം എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ഇന്നത്തെ ലോകം അങ്ങ് പുരോഗമിച്ച് വല്ലാത്ത പരുവത്തിലെത്തിയിരിക്കുക. മൊത്തം ഇന്ന് 3 തരത്തിലുള്ള കല്യാണം നടക്കുന്നത്. ഒന്നാമത്തെ കല്യാണം എന്ന് പറയാൻ ഒക്കത്തില്ല. ഒന്നാമത്തെ പേര് കോഹാബിറ്റേഷൻ. രണ്ടാമത്തെ പേര് കോൺട്രാക്ട് വൈസ്. മൂന്നാമത്തേത് കവനന്റ് വൈസ്. ഇന്നിവിടെ വെച്ച് നടക്കുന്ന കല്യാണം കോഹാബിറ്റേഷൻ അല്ല, കോൺട്രാക്ട് വൈസും അല്ല, കവനന്റ് വൈസാണ്.
കോഹാബിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മതം വിഷയമല്ല, പ്രായം വിഷയമല്ല. ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ അല്ലെങ്കിൽ ഒരു കിളവനോ കിളവിയോ എവിടെയും വെച്ച് കണ്ടുമുട്ടുന്നു, ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ചോദിച്ചാൽ പറയും ഭാര്യയാണോ ഭർത്താവാണോ? അല്ല, പിന്നെ ആരാ? ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടുമാണ്. ആ നിലയിലേക്ക് ഇന്നത്തെ സമൂഹം അകത്ത് വെച്ചിരിക്കുക. യൂറോപ്പിൽ നിന്ന് 65 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, എനിക്കൊന്ന് കല്യാണം കഴിച്ചാൽ താല്പര്യമുണ്ട്. ഞാൻ വിവാഹം കഴിച്ചതാണോ? കൊച്ചുമക്കൾ വരെയുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? ഞങ്ങളിങ്ങനെ ജീവിച്ച് പിള്ളേരുണ്ടായി, കൊച്ചുമക്കളുമായി, ഇപ്പൊ അവളെ എന്നെ വിട്ടുപോയി, അതുകൊണ്ട് എനിക്കൊന്ന് കല്യാണം കഴിക്കണം താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞു, പൊന്നച്ച വേറെ വല്ലവരും അന്വേഷിച്ചാൽ മതി, വേറെ ഫോൺ വെച്ചിട്ട് പണി നോക്കാൻ പറഞ്ഞു. അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനസാക്ഷി നമ്മെ കുത്തി മുറിവേൽപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതചര്യകളിൽ വരുന്ന കേടുപാടുകൾ വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണെന്നാണ് തിരുവചനം ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ആ പരിപാടി ദൈവം അനുവദിക്കുന്നതല്ല. ശനിയാഴ്ച കല്യാണം കഴിഞ്ഞ ഒരു പയ്യൻ തിങ്കളാഴ്ച രാവിലെ കുടുംബ കോടതിയിൽ ക്യൂ നിൽക്കുക. എന്തിനാ? ആപ്ലിക്കേഷൻ മേടിച്ച് മോചനത്തിന് വേണ്ടിയിട്ട്. ആ കല്യാണം ഉണ്ടേച്ച് പോയ അച്ഛൻ ഇവനിവിടെ നിൽക്കുന്നുണ്ടപ്പിച്ചു, മോനെ ശനിയാഴ്ചയല്ല ഞാൻ കല്യാണം, ഇന്നെന്താണ് തിങ്കളാഴ്ച നീ മോചനം നേടാൻ വേണ്ടി വന്നത്? അപ്പൊ എന്നിട്ട് ചങ്കൂറ്റത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്നലെ അവധി ദിവസമായി പോയതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അത്ര തകർന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്യുവൻസ് ഫോർ പ്ലഷർ, ലീഗൽ വൈഫ് ഫോർ ലീഗൽ ചിൽഡ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പേരറിഞ്ഞ് കല്യാണം കഴിച്ച് എന്തിനാ? നിയമപ്രകാരം ഭാര്യ വെറുതെ ഒരു ഭാര്യയാണോ? അല്ലയോ? പിന്നെ മക്കള്. എന്നാൽ കുത്തഴിഞ്ഞ് ജീവിക്കുവാൻ തക്കവണ്ണം മടി കാണിക്കാത്തൊരു സമൂഹമാണെന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്ന് പോകരുത്. 100 പേർ തമ്മിൽ 100 കല്യാണം എടുത്താൽ, കേരളത്തിലെ 100 കല്യാണം എടുത്താൽ 10 എണ്ണം മാത്രമേ മുഖത്ത് നോക്കി എപ്പോഴും സന്തോഷത്തോടെ പറയത്തുള്ളൂ, നിങ്ങളുടെ കൂടെ ഇറങ്ങി തിരിച്ച് എനിക്ക് നന്നായി എന്ന് പറയുന്ന ഭാര്യയും നിന്നെ കൂട്ടിന് കിട്ടിയത് എനിക്ക് നന്നായി എന്ന് പറയുന്ന ഭർത്താവും. അപ്പൊ എത്രയേ ഉള്ളൂ? 100ൽ 10 എണ്ണേ ഉള്ളൂ. ബാക്കി 90ന്റെ അകത്ത് 60 എണ്ണം പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്നാണെന്നറിയാമോ? എല്ലാവർക്കും കുരിശുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇതാ എന്റെ കുരിശ്.